ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. മധുര സ്വപ്നങ്ങളോടും ശുഭപ്രതീക്ഷകളോടും കൂടെ പുതുവർഷത്തെ നാം സ്വാഗതം ചെയ്യുന്നു. പശ്ചാത്യ പഞ്ചാംഗമനുസരിച്ച് പുതുവർഷം ജനുവരിയിൽ ആരംഭിക്കുന്നു. ജനുവരി എന്ന പേരിൻ്റെ ഉത്ഭവം ജാനസ് എന്ന റോമൻ ദേവന്റെ നാമത്തിൽ നിന്നാണ്. തുറക്കലിൻ്റെ അഥവാ തുടക്കത്തിൻ്റെ ദൈവമെന്നാണ് അർത്ഥം. ഈ ദേവന് 2 തലകളും 4 കണ്ണുകളും ഉള്ളതായി സങ്കല്പിക്കപ്പെടുന്നു. തലകളിൽ ഒന്ന് പിൻപോട്ടും മറ്റേത് മുൻപോട്ടും തിരിഞ്ഞിരിക്കുന്നു. അതനുസരിച്ച് 2 കണ്ണുകൾ പിന്നിലേക്കും 2 കണ്ണുകൾ മുന്നിലേക്കും നോക്കുന്നവയാണ്. വളരെ അർത്ഥപൂർണമായ ഒരു സങ്കല്പമാണിത്. പുതുവർഷം തുടങ്ങുമ്പോൾ നമ്മുടെ മുഖം പിന്നിലേക്കും അതോടൊപ്പം മുന്നിലേക്കും തിരിയേണ്ടതാണ്. മുഖം പിന്നിലേക്ക് തിരിക്കുന്നതും അവിടേക്ക് ദൃഷ്ടി പതിക്കുന്നതും കടന്നുപോയ വർഷത്തിലെ അനുഭവങ്ങൾ വിലയിരുത്തുവാനായിരിക്കണം. പുറകോട്ട് നോക്കുമ്പോൾ പ്രധാനമായും 2 കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒന്ന്, ലഭിച്ച അനുഗ്രഹങ്ങളും അനുഭവിച്ച ദൈവകൃപകളും അവ ഓരോന്നായി അനുസ്മരിക്കുക. 2, നേരിട്ട പരാജയങ്ങളെ കണ്ടുപിടിക്കുക. കണക്ക് തിട്ടപ്പെടുത്തുമ്പോൾ ലാഭം മാത്രമല്ല നഷ്ടവും കണക്കാക്കും. പ്രാരംഭത്തിൽ എടുത്ത തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കാൻ കഴിയാതെ പോയത്, ചില നിശ്ചയങ്ങൾ ലംഘിക്കുവാനിടയായത്, ഇവയെക്കുറിച്ചെല്ലാം ആത്മാർത്ഥമായും സത്യസന്ധമായും ആത്മപരിശോധന വേണ്ടിയിരിക്കുന്നു. ജാനസ് ദേവന്റെ ഒരു മുഖവും 2 കണ്ണുകളും മുന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നതായി നാം കണ്ടു. മുന്നിലുള്ള അവസരങ്ങളെയും ഉത്തരവാദിത്വങ്ങളെയും നേരായി കാണുവാനും അവയെ ശുഭാപ്തി വിശ്വാസത്തോടെ നേരിടുവാനുമുള്ള ദൃഢപ്രതിജ്ഞ പുതുവർഷ ആരംഭത്തിൽ ചെയ്യേണ്ടതാണ്. വ്യക്തമായ ചില ലക്ഷ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ടാകണം. പ്രാപിക്കുവാൻ ഒരു ലക്ഷ്യവും പ്രവർത്തിക്കുവാൻ ഒരു പദ്ധതിയും ഉണ്ടാകുമ്പോഴാണ് ജീവിതം ധന്യമാകുന്നത്. ലക്ഷ്യബോധമില്ലാത്തതുകൊണ്ട് പല ജീവിതങ്ങളും പാഴായി പോകുന്നു. പുതിയ വർഷത്തിൽ പ്രാപിക്കേണ്ടതും ചെയ്യേണ്ടതുമായ കാര്യങ്ങളെക്കുറിച്ച് ശാന്തമായി ചിന്തിക്കുവാനും അവയെ ദൈവസമക്ഷം സമർപ്പിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുവാനും കഴിയണം. വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ തലത്തിലും ആർജിക്കുവാൻ നമുക്ക് പലതുമുണ്ടാകണം. അവയെ നേടുവാൻ നമ്മുടെ കഴിവുകളും ഉപയോഗിക്കുവാൻ നാം സന്നദ്ധരാകണം. ഓട്ടക്കളത്തിലോടുന്നവർ അവരുടെ സകല ശക്തിയും സമാഹരിച്ച് സർവശ്രദ്ധയും കേന്ദ്രീകരിച്ച് ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നത് പോലെ നമ്മുടെ മുൻപോട്ടുള്ള പ്രയാണത്തിന് ഏകാഗ്രതയും സ്ഥിരോത്സാഹവും ഉണ്ടാകട്ടെ. ഫിലിപ്പിയർ 3:14. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നു മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്